നിനക്ക് ഗോപുവിനെ ഇഷ്ടമാണോ വെച്ചു? പെട്ടെന്നുള്ള സിദ്ധുവിൻ്റെ ചോദ്യം കേട്ടതും അവൻ അതേ എന്ന രീതിയിൽ തലയനക്കി. നിനക്കോ ഗോപു? എനിക്കും. എങ്കിൽ രണ്ടുപേരും തമ്മിൽ ഇത് ഇട്ടോ. ക്ലാസ് എല്ലാം കഴിഞ്ഞ് കല്യാണം ആലോചിക്കാം. ഒരു ചിരിയോടെ പറഞ്ഞ് വിച്ചുവിൻ്റെയും ഗോപുവിൻ്റെയും കയ്യിലേക്ക് ഓരോ മോതിരം കൊടുത്തപ്പോൾ ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചതെന്ന ഭാവമായിരുന്നു അവർക്ക്. ഗോപു അനുവാദം എന്ന പോലെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിറഞ്ഞ സന്തോഷം. ഏറ്റവും അടുത്ത ബന്ധുക്കളെ സാക്ഷിയാക്കി അങ്ങനെ വെച്ച് തൻ്റെ പകുതി അവകാശം ഗോപികയിൽ ഉറപ്പിച്ചു. അതിൻ്റെ സന്തോഷത്തിൽ അവളുടെ കവിളിൽ അമർത്തി ഉമ്മ കൊടുക്കാൻ മറന്നില്ല അവൻ. കൂടെ സിദ്ധുവിനും സാക്ഷിക്കും. സായുമോളുടെ ആദ്യത്തെ പിറന്നാൾ ഗ്രാൻഡായി തന്നെ ആഘോഷിക്കാനായിരുന്നു സിദ്ധുവിൻ്റെ തീരുമാനം. പിറന്നാൾ ദിവസം രാവിലെ തന്നെ അച്ചുവും മക്കളും വന്നു. കിച്ചുവിനെന്തോ അത്യാവശ്യം മീറ്റിംഗ്. അത് കഴിഞ്ഞ് വന്നിരിക്കുമെന്ന ഉറപ്പിൻ്റെ പുറത്താണ് സിദ്ധു അവനെ ഓഫീസിലേക്ക് വിട്ടത് തന്നെ. കയ്യിൽ ഒരു ഗിഫ്റ്റുമായി അകത്തേക്ക് കയറി വന്ന ആളെ കണ്ട് ഒരു നിമിഷമൊന്ന് പകച്ചെങ്കിലും പിന്നീട് ചെറുചിരിയോടെ തന്നെ അവൾ അവനെ സ്വീകരിച്ചു. അപ്പോഴിന് സുഖമാണോ? ഒരു ഫോർമാലിറ്റി എന്ന പോലെ സച്ചു ചോദിച്ചതും സിദ്ധുവും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. സുഖം. കണ്ണേട്ടൻ പറഞ്ഞിരുന്നു ഇപ്പം ബാംഗ്ലൂരിലാണെന്ന്. നാട്ടിലെന്ന് വന്നു? ഇന്നലെ രാവിലെ വന്നു. നാളെ വൈകിട്ട് പോകും. ഇനി നാട്ടിൽ നിന്നൂടെ? എന്തിനാ വെറുതെ? എൻ്റെ ഒറ്റപ്പെടലെല്ലാം ഒരു നിമിഷത്തേക്കെങ്കിലും മറക്കുന്നത് എൻ്റെ ജോലി ചെയ്യുമ്പോഴാണ്. ഒരിക്കലും ഞാനൊരു നല്ല അധ്യാപകനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചോദിക്കുന്നതിൽ പ്രസക്തിയില്ലെന്നറിയാം. എങ്കിലും നിനക്ക് സുഖമല്ലേ മോളെ? കുഞ്ഞിന് മുറിക്കാനുള്ള കേക്കിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ്സും വെച്ചുമായിരുന്നു. അവൻ എന്ത് കോലത്തിലുള്ള കേക്ക് വാങ്ങുമെന്ന് സിദ്ധുവിന് പേടിയുണ്ടായിരുന്നുവെങ്കിലും ഒരു സിൻഡ്രല്ല കേക്ക് വാങ്ങി വെച്ചു അവനെ ഞെട്ടിച്ചു. നിന്റെ സ്വഭാവത്തിന് സാധാരണ ഏതെങ്കിലും കാറും സ്പൈഡർമാനും ഒക്കെ ആകേണ്ടതാണല്ലോ. പിന്നെ എന്തു പറ്റിയെന്ന്? അത് പിന്നെ കണ്ണാപ്പി, ഞാൻ സ്പൈഡർമാൻ്റെ കേക്ക് വാങ്ങാൻ പോയതാണ്. പക്ഷെ കൂടെ കൂട്ടിന് ഞാൻ കൊണ്ടുപോയ സാധനം നേരത്തെ കേക്ക് ഓർഡർ ചെയ്തിരുന്നു പോലും. ഞാൻ ഈ കേക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ അവിടെ കുത്തിയിരിപ്പ് സമരം. വാങ്ങിയില്ലെങ്കിൽ വീട്ടിലേക്ക് വരില്ല പോലും. പറഞ്ഞാൽ അലവലാതി പറഞ്ഞതുപോലെ ചെയ്യും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. നമുക്ക് വൈകിട്ട് സ്പൈഡർമാൻ കേക്ക് കട്ട് ചെയ്യണം കണ്ണാപ്പി. പരാതി പോലെ വിച്ചുവിൻ്റെ ഡയലോഗ് കേട്ടതും അവൻ അടുത്തുനിന്ന ഗോപുവിനെ ഒന്ന് നോക്കി. ഒന്നുമില്ല എന്ന രീതിയിൽ അവൾ കണ്ണു ചിമ്മി കാണിച്ചതും അവനും ചിരിച്ചു. കുഞ്ഞു സച്ചുവിൻ്റെ സിദ്ധുവിൻ കയ്യിൽ നിന്നാണ് കേക്ക് കട്ട് ചെയ്തത്. കുറേ പേരെ ഒരുമിച്ച് കണ്ടപ്പോൾ വാവ കരഞ്ഞെങ്കിലും പിന്നീട് ആൾ വിച്ചുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഗിഫ്റ്റ് കൊടുക്കാൻ വന്നവരെല്ലാം കുഞ്ഞിനെ എടുക്കാൻ കഴിവത് നോക്കിയെങ്കിലും സായു മോള് ആരുടെ കയ്യിലും പോയില്ല. അല്ലെങ്കിലും ഈ കൊച്ചു കുട്ടികളെല്ലാം ഇങ്ങനെയാണ്. എന്തെങ്കിലും നല്ല കാര്യം കുടുംബത്തിൽ നടക്കുമ്പോൾ ഭയങ്കര വാശിയായിരിക്കും. നമ്മളിൽ നിന്ന് തിരിയാൻ സമ്മതിക്കില്ല. സാധാരണ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് മാറാത്തത്. ഇതിപ്പോൾ കൊച്ചച്ഛനെ മതിയല്ലോ. വിച്ചുവിൻ്റെ കല്യാണം കഴിയുമ്പോഴും കണ്ടാൽ മതി ഈ സ്നേഹം. ഓഫീസിലെ ഒരു സ്റ്റാഫിൻ്റെ അമ്മ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞതും മറ്റുള്ളവരാം സിദ്ധുവിൻ്റെ പ്രതികരണം പേടിച്ചു പോയി. അച്ഛന്മാർ മക്കളെ വളർത്തുന്നതൊന്നും പ്രതീക്ഷിച്ചല്ലോ ആൻറ്റി. ഞാൻ വിച്ചുവിനെ വളർത്തിയത് അവൻ ജീവിതകാലം മുഴുവൻ എൻ്റെ അടിമയായി കൂടെ കഴിയണമെന്ന ചിന്തയിലല്ല. ഇന്നവന് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രായമുണ്ട്. അവൻ്റെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് അവൻ തന്നെയാണ്. വിച്ചുവിനുള്ളതാണ് മംഗലത്ത് വീട്. എനിക്ക് വേണ്ടി ഒരെണ്ണം ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവൻ്റെ കുടുംബജീവിതത്തിൽ ഞാനും സച്ചുവും കുഞ്ഞും ബുദ്ധിമുട്ടാണെന്ന് അവന് തോന്നിയ സന്തോഷത്തോടെ ഞങ്ങൾ മാറിക്കൊടുക്കും. കാരണം ഞാനെന്നും ആഗ്രഹിച്ചിട്ടുള്ളത് അവൻ്റെ മുഖത്ത് ചിരി കാണാനാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ഇത്ര നാളും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ കൊണ്ടു നടന്നു. ഇനി അവൻ തീരുമാനിക്കും അവൻ്റെ ജീവിതം. പറയാനുള്ളതെല്ലാം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുന്ന വിച്ചു എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. സായിമോളെ കളിപ്പിച്ചും അവൾക്ക് ആഹാരം കൊടുത്തും വിച്ചുവും ഗോപുവും അവരുടേതായിട്ടുള്ള ലോകത്തായിരുന്നു. ഇതെല്ലാം കേട്ടിട്ടും നിനക്കൊന്ന് പറയാനില്ലേ വിച്ചു? സാധാരണ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ നിന്റെ റിയാക്ഷൻ. അർജുൻ്റെ ചോദ്യം കേട്ടെന്ന് വിച്ചു അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. ഇന്ന് കുറച്ചു നേരം മുൻപ് ഇവിടെ വലിയ പ്രസംഗം നടത്തിയ എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നവന് നന്നായി അറിയാവുന്ന കാര്യമാണ്. ഒരു ദിവസം ആഹാരമില്ലെങ്കിലും ഞാൻ ജീവിക്കും. പക്ഷേ ഉറങ്ങുന്നതിന് മുൻപ് ചേട്ടൻ്റെ മുഖം കണ്ടില്ലെങ്കിൽ ആ ദിവസം ഞാൻ ഉറങ്ങില്ലെന്ന്. പിന്നെ കൂടെ നടക്കുന്ന ഈ വാല്, അവളിപ്പോൾ തന്നെ പറയാറുണ്ട് ഏട്ടത്തിയുടെ കൂടെ എനിക്കിട്ട് പണിയുന്ന കാര്യം. എന്നെ മനസ്സിലാക്കുന്നവളാണെങ്കിൽ ഒരിക്കലും പറയില്ല കണ്ണാപ്പിയെ പിരിയാൻ. എൻ്റെ മരണം കൊണ്ടല്ലാതെ എനിക്കത് പറ്റുകയുമില്ല. സായുമോൾ എൻ്റെ കുഞ്ഞാണ്. ഇതുവരെയും അങ്ങനെയാണ്. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ അതിനെ കണ്ണാപ്പി അന്യനായി കാണുമോ? ഒരിക്കലുമില്ല. ഒരുപക്ഷെ സായുമോൾക്ക് കൊടുക്കുന്ന സ്നേഹത്തേക്കാൾ കൂടുതൽ അവന് കൊടുക്കും. അതുകൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്ന് രണ്ടുപേരും സ്വപ്നം കാണേണ്ട. അത് നടക്കില്ല. എൻ്റെ ചേട്ടൻ എവിടെയാണോ
അതാണ് എൻ്റെയും വീട്. ഇനിയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വാ മോനെ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് തിരുത്താൻ ഞാനൊരു അവസരം തന്നൂടെ? അമ്മ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത് സാക്ഷിയോടാണ്. എന്നിട്ടും സിദ്ധു ഇന്ന് ഞങ്ങളെ ഈ ഫംഗ്ഷൻ വിളിച്ചില്ലേ? എന്നിട്ടും സ്വന്തം മോൻ. സിദ്ധുവിൻ്റെ വീട്ടിലെ ഗാർഡനിൽ ഇരുന്ന് പരാതിയും പരിഭവവും എല്ലാം ആയുഷിനോട് പറയുമായിരുന്നു അവൻ്റെ അമ്മ. കൂടെ തന്നെ അവൻ്റെ അച്ഛനും ആരുവുമുണ്ട്. സിദ്ധു നിങ്ങളോട് ക്ഷമിക്കൂ അമ്മേ. കാരണം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം സിദ്ധുവിന് പെട്ടെന്ന് തന്നെ കിട്ടാൻ കാരണം നിങ്ങളാണ്. എനിക്ക് നഷ്ടപ്പെടാൻ കാരണവും. എനിക്ക് ആരോടൊരു ദേഷ്യവുമില്ല. ഇപ്പോഴുള്ള ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. ഇനിയും നാട്ടിൽ വന്ന് സച്ചിയെ കണ്ട. ബാക്കി പറയാതെ കായലിലേക്ക് നോക്കി നിന്നവനെ കണ്ട ആരുവിന് ദേഷ്യം വന്നു. ഏട്ടനെന്താ രാമായണത്തിലെ രാമനോ? ഇങ്ങനെ ഒരാളെ ആലോചിച്ച് ജീവിതം കളയാൻ. സച്ചിയെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല, അതവിടെ കഴിഞ്ഞു. ഇന്ന് അവളൊരു ഭാര്യയാണ്, കുഞ്ഞിൻ്റെ അമ്മയാണ്. അങ്ങനെയുള്ള പെണ്ണ് അപ്പുവേട്ടൻ്റെ കൂടെ ഇറങ്ങി വരുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് എൻ്റെ ഏട്ടൻ കുറച്ചെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ. ജീവിതം ഒന്നേ ഉള്ളൂ. ഏട്ടൻ്റെ മോള് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചതായിരിക്കും ദീക്ഷിത്ത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്. അവൻ്റെ കോൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ ആ ദിവസം മുഴുവൻ സൈലൻ്റായി നടന്നത്. പ്രാക്ടിക്കൽ ആകണം എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ അറിയാം എത്രത്തോളം അത് പറ്റുമെന്ന്. എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെ നിരാശ കാമുകൻ കളിക്കാൻ പോലും ഞാൻ അർഹനല്ല. നീ പേടിക്കേണ്ട, ഒരിക്കലും നിങ്ങൾക്കൊന്നൊരു ശല്യമായി ഞാൻ വരില്ല. അതുപോലെ. റൂമിൽ കുഞ്ഞിൻ്റെ ഡ്രസ്സ് നോക്കി നിന്നപ്പോഴാണ് പുറകിൽ കൂടി വന്ന് 2 കൈ ചുറ്റി പിടിച്ചത്. അത് ആരായെന്ന ആ സമീപത്തിൽ നിന്ന് തന്നെ മനസ്സിലായതും അവൾ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. എന്താടി ഭാര്യ, നീ നമ്മുടെ ഗസ്റ്റിനോട് സംസാരിക്കാത്തത്? ഏത് ഗസ്റ്റ്? ഞാൻ എല്ലാവരോടും നന്നായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് മാറിയ കണ്ണേട്ടാ, കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറണം. അതൊക്കെ മാറാം, എങ്കിലും വേണ്ടടി അവനോട് വാശി. എല്ലാം കഴിഞ്ഞില്ലേ? അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ഇനിയും വേണോ ഈ പിണക്കം? കണ്ണേട്ടൻ അല്ലെങ്കിലും എപ്പോഴും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണോ നടന്നത്? ആരോടൊരു വാശിയും വൈരാഗ്യവും എനിക്കില്ല. പക്ഷെ എല്ലാം മറന്ന് പണ്ടത്തെ പോലെ ചിരിച്ചു കളിച്ചു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. കണ്ണേട്ടൻ മറ്റെന്തെങ്കിലും പറ. എൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ നീ ഹാപ്പി അല്ലേ സച്ചു? അതോ നിനക്ക് തോന്നുന്നുണ്ടോ എന്നെ വേണ്ടിയിരുന്നില്ല എന്ന്? സിദ്ധുവിൻ്റെ ചോദ്യം കേട്ടതും സാക്ഷി ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ഒരിക്കൽ ഇതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്താ വീണ്ടും? അതെ, നീ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്ന് സിദ്ധാർത്ഥിൻ്റെ മാത്രം പെണ്ണാണ് നീ. അപ്പോൾ പിന്നെ നിനക്ക് എന്തിനാ ആയുഷാറുമായിട്ട് ശത്രുത? എല്ലാത്തിനും കാരണമായ അവരുടെ അമ്മയോട് പോലും നീ സംസാരിച്ചു. ഒരു ജീവിതമേ ഉള്ളൂ സച്ചു. ഇനിയും പല കാര്യങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ കാണേണ്ടവരാണ്. അപ്പോഴെല്ലാം ഇങ്ങനെ മുഖതിരിച്ചു നടക്കാൻ കഴിയുമോ? ഇനി നീ സാറിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് ചിന്തിക്കുമെന്ന പേടിയാണോ നിനക്ക്? എങ്കിൽ അത് വേണ്ട. നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്, വിച്ചുവിൻ്റെ ഏട്ടത്തിയാണ്. അങ്ങനെയുള്ളവൾ ഏതെങ്കിലും ഒരാളായിട്ട് സംസാരിച്ചാൽ അയാളുടെ ഒപ്പം പോകുമെന്ന് ചിന്തിക്കാൻ മാത്രം വിശ്വാസമില്ലാത്തവനല്ല ഞാൻ. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ പിണക്കം വേണ്ട സച്ചു, മതിയടി. ഞാൻ ശ്രമിക്കാം കണ്ണേട്ടാ, പക്ഷെ എനിക്ക് ഉറപ്പില്ല. ആയുഷിന് നാട്ടിൽ നിൽക്കാൻ പ്ലാനൊന്നുമില്ലേ? ഹാളിൽ പാർട്ടിയെല്ലാം കഴിഞ്ഞ് ബന്ധുക്കൾ മാത്രമുള്ള അവസരത്തിൽ കിച്ചുവിൻ്റെ ചോദ്യമായിരുന്നു അത്. ഇങ്ങേർക്കിനി വേറെ പണിയില്ല എന്ന പോലെ അച്ചു കണ്ണുരുട്ടിയപ്പോൾ അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. ഇനി നാട്ടിലോട്ട് ഇപ്പോഴില്ല, ബാംഗ്ലൂരിൽ കോളേജിൽ കയറി. കല്യാണത്തിന് സമയമായില്ല. എത്രത്തോളം ഇങ്ങനെ പോകാൻ പറ്റുമോ അത്രത്തോളം ഇങ്ങനെ തന്നെ. ഒരു ചിരിയോടെയാണ് അവനത് പറഞ്ഞതെങ്കിലും ഉള്ളിലുള്ള വേദന മനസ്സിലാക്കി ദീക്ഷിത് ആയുഷിനോട് ചേർന്നിരുന്നു. ഒരു വിളറിയ ചിരി നൽകാൻ മാത്രമേ അപ്പുവിന് കഴിയാറുന്നുള്ളൂ. കാരണം കൈവിട്ടത് മാണിക്യത്തെയാണ്, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആരും അവൻ്റെ നെഞ്ചിൽ ചേർന്നു തന്നെ ഉണ്ടായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് അവൻ സ്വന്തം ചേട്ടനല്ലാതെ ആകുന്നില്ലല്ലോ. ചേട്ടൻ്റെ കാര്യോർത്ത് എൻ്റെ മോള് വിഷമിക്കേണ്ട. ദൈവം എനിക്കൊരു പെണ്ണിനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സമയമാവുമ്പോൾ അതെല്ലാം നടക്കും. ഇനി ജീവിതത്തിൽ ഒരു പെണ്ണില്ലെങ്കിലും നിന്റെ ചേട്ടൻ ഹാപ്പിയാണ്. ഇന്ന് ബാംഗ്ലൂർ കോളേജിലെ കുറേ കുട്ടികൾക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണ്. ഇനി അവരുടെ സന്തോഷവും ദുഃഖവും എല്ലാം ആയിരിക്കും എൻ്റെയും. വെറുതെ ആരോടും എൻ്റെ പേരിൽ ദേഷ്യം കാണിക്കരുത്. നീ ദീക്ഷിതുമായിട്ട് ഹാപ്പി ആയിരിക്കണം. മോൾക്ക് ബാംഗ്ലൂർ വരണം എന്ന് തോന്നിയ ചേട്ടൻ വിളിച്ചാൽ മതി, ഞാൻ വരാട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ പോയപ്പോഴാണ് സിദ്ധുവും സച്ചിയും മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. അവരെ നോക്കിയൊരു മങ്ങിയ ചിരി ചിരിച്ച് ഇറങ്ങുക എന്ന് പറഞ്ഞു പോകാൻ പോയതും സാക്ഷി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഇങ്ങനെ സ്വയം ശിക്ഷിച്ചത് മതി അപ്പുവേട്ട. 3 വർഷം ആയില്ലേ? കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം എന്ന പോലെ നമുക്ക് മറക്കാം. ഇനിയെങ്കിലും ഏട്ടനൊരു ജീവിതം വേണ്ടേ? മറക്കണമെന്ന ആഗ്രഹമുണ്ട് മോളെ. പക്ഷേ എന്തോ എനിക്ക് പറ്റുന്നില്ല. ഇനി എനിക്ക് വേണ്ടി ഒരാളുണ്ടെങ്കിൽ അവൾ എൻ്റെ അടുത്ത് തന്നെ വരും.
അതുവരെ ഇങ്ങനെ പോകട്ടെ. നീ സന്തോഷമായി ജീവിച്ചാൽ മാത്രം മതി. സിദ്ധു, ഇറങ്ങാട്ടടാ. പോയി വാ. എല്ലാവരോടും യാത്ര പറഞ്ഞ് ആയുഷ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ യാത്രയേക്കാൻ എന്ന പോലെ സിദ്ധുവും വിച്ചുവും തുടങ്ങിയ ആ കുടുംബം മുഴുവൻ അവൻ്റെ പുറകിലുണ്ടായിരുന്നു. ഇതേ സമയം ബാംഗ്ലൂരിലെ കോളേജിൽ തനിക്കേറെ പ്രിയപ്പെട്ട ആയുഷ് സാറിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാമെന്ന ചിന്തയിലായിരുന്നു സോന.